ലേക്ക് പെട്രോൾ കൊണ്ടുവന്നാൽ ആളുകൾ അത് തിരിച്ചറിയുകയും തടയുകയും ചെയ്യുമായിരുന്നില്ലേ? ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അഗ്നിബാധ ഉണ്ടായപ്പോൾ S6 കോച്ചിൽ 108 യാത്രക്കാർ ഉണ്ടായിരുന്നു. S6 കോച്ചിൽ 72 ബർത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 43 ബർത്തുകൾ ബുക്ക് ചെയ്തിരുന്നത് ട്രെയിൻ പുറപ്പെടുന്ന ലക്നൌവിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് വേണ്ടിയായിരുന്നു. 23 പേർ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ നിന്ന് കയറി. ട്രെയിൻ തീപിടുത്തത്തിൽ മരിച്ച 59 പേരിൽ 38 പേർ സ്ത്രീകളും കുട്ടികളുമാണ്. മരിച്ച പുരുഷന്മാർ 21. അവരിൽ കർസേവകർ അല്ലാത്തവരും ഉണ്ടായിരുന്നെന്ന് ബുക്കിംഗ് രേഖകളിൽ നിന്ന് വ്യക്തം. അതുകൊണ്ട് കർസേവകരെയോ തീർത്ഥാടകരെയോ ലക്ഷ്യമിട്ട് ട്രെയിൻ കത്തിച്ചതാണെന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് കേസിലിടപെട്ട ചില മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ കാളപെറ്റു എന്ന് കേട്ടാൽ കയർ എടുക്കുന്നവരാണല്ലോ സാധാരണ ജനങ്ങൾ മിക്കവരും. അയോധ്യയിൽ നിന്ന് വന്ന കർസേവകരെ ഗോദ്രയിൽ ജീവനോടെ കത്തിച്ചു എന്നാരോപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഫെബ്രുവരി 27 തന്നെ അഹമ്മദാബാദിൽ തെരുവിലിറങ്ങി. ട്രെയിൻ യാത്രക്കാരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുമായി പിറ്റേന്ന് രാവിലെ അവർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ട്രെയിൻ കത്തിയതിനേക്കാൾ വേഗത്തിൽ അതൊരു വർഗീയ കലാപമായി ആളിപ്പടർന്നു. കൊള്ളയും കൊള്ളിവയ്പും കൊലപാതകങ്ങളും മാനഭംഗങ്ങളും അരങ്ങേറി. അഹമ്മദാബാദിലെ നരോദയിൽ 97 മുസ്ലിങ്ങളെ 5000-ഓളം വരുന്ന ജനക്കൂട്ടം കൂട്ടക്കൊല ചെയ്തു. ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് തീരാ കളങ്കമായി. ഗോദ്ര സംഭവവുമായി ബന്ധപ്പെട്ട് 51 പേർ ഫെബ്രുവരി 28 അറസ്റ്റിലായി. കൊള്ള, കൊള്ളിവയ്പ്, കലാപം എന്നീ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചാർത്തപ്പെട്ടത്. പ്രധാന പ്രതികളിൽ ഒരാളായി സംശയിക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലറും കോൺഗ്രസ് പ്രവർത്തകനുമായ ഹാജി ബിലാലിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മാർച്ച് 17 കസ്റ്റഡിയിലെടുത്തു. ഗോദ്ര മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ഹുസൈൻ കലോട്ടയും തുടർന്ന് അറസ്റ്റിലായി. പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ള ഗുണ്ടാ തലവൻ ലത്തീഫുമായി ബിലാലിന് ബന്ധമുണ്ടായിരുന്നു. 1540 പേർ വരുന്ന ജനക്കൂട്ടം ഗോദ്ര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ ആക്രമിച്ച് S6 കോച്ചിലെ 59 പേരെ കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഫസ്റ്റ് ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് PK ജോഷി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രം. മൊത്തം 68 പ്രതികളിൽ 57 പേർക്കെതിരെ ട്രെയിൻ കത്തിച്ചതിന് കുറ്റം ചുമത്തി. ട്രെയിൻ കത്തിച്ചപ്പോൾ തീയണക്കാൻ ശ്രമിച്ച പോലീസിനെയും ഫയർ ബ്രിഗേഡിനെയും ജനക്കൂട്ടം തടഞ്ഞതായും കുറ്റപത്രത്തിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത 8 പേരെ പ്രത്യേക കോടതിയിലാണ് വിചാരണ ചെയ്തത്. കേസിലെ മുഖ്യപ്രതി ഹുസൈൻ സുലൈമാൻ മുഹമ്മദിനെ 2015 ജൂലൈ 24 മധ്യപ്രദേശിലെ ജാബുവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മുങ്ങി നടന്ന മറ്റൊരു പ്രധാന പ്രതി ഫറൂഖ് ഭാന 2016 മേയിൽ മുംബൈയിൽ നിന്ന് അറസ്റ്റിലായി. വേറൊരു പ്രതി യാക്കൂബ് പട്ടാലിയ 2018 ജനുവരിയിൽ ഗോദ്രയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേസിന്റെ വിചാരണ സുഗമമായി മുന്നോട്ടു പോകുന്നതിന് പല തടസ്സങ്ങളുമുണ്ടായി. പ്രതികൾക്കെതിരെ ഭീകരത തടയൽ നിയമം ആദ്യം ചുമത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് പിൻവലിച്ചു. ഭീകരത തടയുന്നതിനുള്ള പുതിയ നിയമമായ പോട്ട നിലവിൽ വന്നപ്പോൾ ഗുജറാത്ത് സർക്കാർ അത് പ്രതികൾക്കെതിരെ ചുമത്തി. കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു.
വിചാരണ നടപടികൾ സുപ്രീം കോടതി 2003 നവംബറിൽ സ്റ്റേ ചെയ്തു. 2004 കേന്ദ്രത്തിൽ UPA സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പോട്ട നിയമം പിൻവലിച്ചു. ഗോദ്ര കേസ് പ്രതികൾക്കെതിരെ പോട്ട നിയമം ചുമത്തേണ്ടതില്ലെന്ന് 2005 മേയിൽ റിവ്യൂ കമ്മിറ്റി തീരുമാനിച്ചു. ഇതിനെതിരെ ഗുജറാത്ത് സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയെങ്കിലും ഫലമുണ്ടായില്ല. ഗോദ്ര കേസ് അന്വേഷിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് 2009 കോടതി സ്വീകരിച്ചു. കേസിന്റെ വിചാരണ നടത്താൻ ഒരു സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ നിയമിക്കുകയും പ്രതികൾ മിക്കവരെയും പാർപ്പിച്ചിരുന്ന സബർമതി സെൻട്രൽ ജയിലിൽ പ്രത്യേക കോടതി മുറി സ്ഥാപിക്കുകയും ചെയ്തു. അഡീഷണൽ സെഷൻസ് ജഡ്ജി PR പട്ടേൽ 2009 മേയിൽ വിചാരണ ആരംഭിച്ചു. ഗോദ്ര കേസ് ഉൾപ്പെടെ 9 സുപ്രധാന കലാപ കേസുകളിൽ വിചാരണ കോടതികൾ വിധി പ്രസ്താവിക്കുന്നത് സുപ്രീം കോടതി 2010 മേയിൽ തടഞ്ഞു. അതിനാൽ ഗോദ്ര കേസിലെ വിചാരണ 2010 സെപ്റ്റംബറിൽ പൂർത്തിയായെങ്കിലും വിധി പ്രസ്താവിക്കാൻ കഴിഞ്ഞില്ല. 2011 ജനുവരിയിൽ സുപ്രീം കോടതി സ്റ്റേ നീക്കി. ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗോദ്രയിലെ ട്രെയിൻ കത്തിക്കലെന്ന് 2011 ഫെബ്രുവരി 22 കോടതി വിധിച്ചു. പ്രതികളിൽ 31 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. നാനാവതി കമ്മീഷൻ റിപ്പോർട്ടിലെ നിഗമനങ്ങളാണ് കോടതി പ്രധാനമായും ആധാരമാക്കിയത്. ഗൂഢാലോചന നടത്തുകയും ട്രെയിനിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്ത 11 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. 20 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടി. ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ മൗലവി സയ്യിദ് ഉമർജിയെയും മറ്റ് 62 പേരെയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ശിക്ഷിക്കപ്പെട്ടവരും സംസ്ഥാന സർക്കാരും വിധിക്കെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി. 11 പേരുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു. 20 പേർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയതും 63 പേരെ വെറുതെ വിട്ടതും ശരിവച്ചു. കൊല്ലപ്പെട്ട 59 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിനോടും റെയിൽവേയോടും നിർദ്ദേശിച്ചു. ഇന്ത്യയിൽ വ്യാപകമായ വർഗീയ ചേരിതിരിവിന് വഴിതെളിച്ച ഗുജറാത്ത് കലാപത്തിന് വഴിമരുന്നിട്ടു എന്നത് ഗോദ്ര സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ചുവിടാനും അതിടയാക്കി. ഗോദ്ര സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ തുടർന്നു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമായിരുന്നില്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. 2003 ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോദ്ര സംഭവത്തിനും ഗുജറാത്ത് കലാപത്തിനും ശേഷം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ചരടുവലികളെ തുടർന്ന് 2002 ഡിസംബറിലേക്ക് മുന്നോട്ടാക്കി. 2001 ഗുജറാത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായ BJP പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് 2001 ഒക്ടോബറിൽ കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കി. ഗുജറാത്തിൽ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുത്താൻ വഴികൾ തേടിയ മോദിക്ക് ഗോദ്ര സംഭവം അനുകൂലമായി ഭവിച്ചു. ഗുജറാത്ത് കലാപം കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴികേട്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വിമർശകരുടെ വായടപ്പിച്ചു. മോദിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പ്രധാനമന്ത്രി പദത്തിലെത്തിയാണ് ആ പ്രയാണം അവസാനിച്ചത്. ഗോദ്ര ദുരന്തവും ഗുജറാത്ത് കലാപവും ഇന്ത്യയുടെ ആത്മാവിൽ സൃഷ്ടിച്ച മുറിവുകൾ എന്നെങ്കിലും ഉണങ്ങുമോ? പ്രതീക്ഷിക്കാനേ കഴിയൂ.